ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിസ്കഷനാണ് തുടരുന്നത്. അത് ഈ എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 1-2 വീഡിയോ കൊണ്ട് ഈ സബ്ജക്റ്റിൻ്റെ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ആകും. നമ്മൾ ആ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ഉള്ള ഡിസ്കഷനിൽ ഇനി അവശേഷിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ്, വീണ്ടും പ്രധാനമായിട്ടും എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ്. ഇത്രയേ ഉള്ളൂ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമേ ഉള്ളൂ. പക്ഷേ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് പ്രധാനമായിട്ടും ഇതിനു മുമ്പ് ചോദിച്ചിരുന്നതും ഇനി ചോദിക്കാവുന്നതുമായ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി, ഇതിൻ്റെ അകത്ത് പറയും ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് ഡെമോക്രസി ഓഫ് ദി വേൾഡ് വിത്ത് സെക്യുലർ ക്യാരക്ടർ വിച്ച് ഈസ് ഗവേൺഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മതേതരത്വ സ്വഭാവമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഭരണനിർവഹണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായിട്ടാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കൺഫേർഡ് സർട്ടൻ റൈറ്റ്സ് ടു മൈനോറിറ്റീസ്. ഇപ്പോൾ എന്താ, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എന്താ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകണം, സുരക്ഷിതത്വവും അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷിതത്വം ഉണ്ടെന്നൊരു ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മൈനോറിറ്റി റൈറ്റ്സ്. നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻസ് ആണുള്ളത്? ദി സേഫ് ഗാർഡ്സ് ഫോർ മൈനോറിറ്റീസ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ ഇൻ ഫോം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ഭരണഘടനയിൽ മൈനോറിറ്റികൾക്കുള്ള അവകാശങ്ങൾ എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന അവകാശങ്ങളെ മൗലിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. Firstly, the Constitution nowhere discriminate among the citizens of India on the ground of religion, race, caste, etc. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും ജാതിയുടെയോ മതത്തിൻ്റെയോ കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണ്. ഇക്വാളിറ്റി. ഭരണഘടനയ്ക്ക് മുമ്പിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാണ്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത. സെക്കൻഡ്ലി എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ്ലി, ദി റൈറ്റ്സ് കൺഫേർഡ് അണ്ടർ ആർട്ടിക്കിൾ 25 to 30 ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 മുതൽ 30 വരെ കൊടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റഡ് ഫോർമാറ്റിൽ തന്നെ ഉണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തൊട്ട് 30 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓർ മൗലിക അവകാശങ്ങൾ. ദി സ്റ്റേറ്റ് ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊട്ടക്ട് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് എന്താ, ഭരണത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കടമയാണ്, രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കടമയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം. സ്റ്റേറ്റിനാണ് അതിൻ്റെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. If the fundamental rights are infringed, എപ്പോഴെങ്കിലും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് മറ്റ് കേസുകൾ പോലെയല്ല, നേരിട്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നമുക്ക് കേസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. മറ്റ് കേസുകൾ പോലെയല്ല, മറ്റ് സിവിൽ കേസുകളോ ക്രിമിനൽ കേസുകളോ പോലെയല്ല. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ലോവർ കോർട്ട് തൊട്ട് സെഷൻസ് കോർട്ടിൽ ആദ്യം കേസ് ഫയൽ ചെയ്തു, പിന്നീട് അപ്പീൽ വേണമെങ്കിൽ കൊടുക്കാം, ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് കൊടുക്കാം, ഹൈക്കോടതിയിലേക്ക് കൊടുക്കാം, സുപ്രീം കോർട്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത് വർഷങ്ങൾ കടന്നു പോകും. ഇപ്പം മൗലികാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്ത്യൻ പൗരന് നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാം. ഇത് ഭരണഘടനയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അത് ലൈസ് അണ്ടർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭരണഘടനാ ലംഘനം ഉണ്ടായ ഭരണഘടന
ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ ആർട്ടിക്കിൾ 32 and 226 പ്രകാരമുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിക്ക് നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. സോ ദി ട്രൂ സ്പിരിറ്റ് ആൻഡ് ഇന്റൻഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ടു പ്രൊവൈഡ് എ വെരി ഫോർമൽ ആൻഡ് വാട്ടർ ടൈറ്റ് അറേഞ്ച്മെന്റ് ഫോർ സേഫ് ഗാർഡിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഇപ്പം നമുക്കെന്താ ഭരണഘടനയിൽ തന്നെ വളരെ ഔദ്യോഗികമായിട്ടും യാതൊരുവിധ പഴുതുകളുമില്ലാതെ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then there are some articles in the Constitution of India are exclusively safeguard minority rights. ഇപ്പം ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ചില ആർട്ടിക്കിൾസ് ഒക്കെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റ് ചില ആർട്ടിക്കിളുകൾ ന്യൂനപക്ഷാവകാശങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ ഗൈഡ് ലൈൻസ് നൽകുന്നവയാണ്. രണ്ട് രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. സേഫ് ഗാർഡ്സ് ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഒന്നാമത് ആർട്ടിക്കിൾ 14. 10ഓളം ആർട്ടിക്കിളുകൾ ഭരണഘടനയിൽ മൈനോറിറ്റി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ള ഡിസ്കഷൻസും അത് മൈനോറിറ്റി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ സെക്സിൻ്റെയോ ഇനി പ്ലേസ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വിവേചനവും പാടില്ല. അത് ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നു. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഗവൺമെൻറ് സർവീസിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ജോലികളിലോ തുല്യത പ്രൊവൈഡഡ് റിസർവേഷൻ പോളിസിക്ക് വിധേയമായിട്ടായിരിക്കും. നിലവിൽ ഇന്ത്യയിൽ ഒരു 50% വരെ മാക്സിമം റിസർവേഷൻ കൊടുക്കാവുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് 2-3 ദിവസം മുമ്പ് ബീഹാറിൽ അവരുടെ അസംബ്ലി യുനാനിമസ് ആയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി. ഇത് മുഖാന്തരം റിസർവേഷൻ 50 നിന്നും 65 ഉയർത്തണം. ഇനി അത് പ്രസിഡന്റിന്റെ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം അവിടെ സുപ്രീം കോടതിയിൽ ചിലപ്പോൾ അതിന് അംഗീകാരം കിട്ടണമെന്നില്ല. പക്ഷെ പല സ്റ്റേറ്റിലും അവർ പറയുന്ന 50% പോരാ, 65 ആക്കണം, 70 ആക്കണമെന്നൊക്കെയാണ്. ഇപ്പം അതെന്താ ഒരു ഓപ്പൺ മെറിറ്റിനെ അത് അഡ്വൈസ് ആയിട്ട് ബാധിക്കും. ദെൻ ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവനും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഇഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്യുവാനും അതുപോലെ ഇഷ്ടമുള്ള റിലീജിയൻ ഫോളോ ചെയ്യുവാനും അതിന് പ്രചാരണം നൽകുവാനുമുള്ള അവകാശം. നമുക്ക് ഇഷ്ടമുള്ള റിലീജിയനിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, നമ്മുടെ മതകാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 27 ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ, ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഡൊണേഷൻ നൽകാനുള്ള ഒരു അധികാരം, സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 27 ആണത്. ആർട്ടിക്കിൾ 28 ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് ഇൻ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓർ റിലീജിയസ് വാർഷിപ്സ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചില വിദ്യാഭ്യാസ സ്ഥാപനം, പ്രധാനമായിട്ടും ന്യൂനപക്ഷങ്ങൾ സ്ഥാപിച്ച് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ മതം പ്രചരിപ്പിക്കാനും മതത്തിൻ്റെതായ ഫങ്ഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനുമുള്ള ഒരു അവകാശം അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 28 കൊടുത്തിട്ടുണ്ട്. അത് 29 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ആർട്ടിക്കിൾ 30 കൊടുത്തിരിക്കുന്നു. ദി നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ്. ഇതൊക്കെ ഈ 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ്, ഇത് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചതാണിത്. 22 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. Article 21 of the Constitution of India provides that no person shall be deprived of his life and personal liberty except according to the procedure established by law.
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും നിയമത്തിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതെ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. അകാരണമായിട്ടൊരു വ്യക്തിയെയും തടങ്കലിൽ വയ്ക്കാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ 21-ാമത്തെ ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെയെങ്കിലും തടഞ്ഞു വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എന്താണ്, നമ്മുടെ ബെയിൽ ഈസ് ദി ലോ ആൻഡ് ജയിൽ ഈസ് എക്സെപ്ഷൻ. എപ്പോഴും എന്താ, ബെയിൽ ജാമ്യമാണ് നിയമം, നമ്മൾ തടഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ എക്സെപ്ഷണൽ കേസിലായിരിക്കണം. നിയമം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു യഥാർത്ഥമായ കാര്യങ്ങൾ നടക്കുന്നത് പലപ്പോഴും മറ്റു രീതിയിലായിരിക്കും. ഇന്ത്യയിലെ പല ജയിലുകളിലും 3-4 വർഷമായിട്ട് വിചാരണ തടവുകാരായിട്ട് കഴിയുന്നവരുണ്ട്. അവരുടെ കേസ് ഇതുവരെ വിചാരണയ്ക്ക് പോലും എടുത്തിരിക്കണമെന്നില്ല. ഇനി ഈ വിചാരണ തടവുകാരായിട്ട് കഴിഞ്ഞു 3, 4, 5 വർഷം കഴിഞ്ഞവരെ വെറുതെ വിട്ട് കഴിഞ്ഞാലും അവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് പോയ 5 വർഷങ്ങൾ തിരികെ കിട്ടില്ല. അതിന് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കോ അന്വേഷിക്കുന്ന പോലീസുകാർക്കോ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. വിചാരണ തടവുകാരുടെ പ്രശ്നം ലോകമെമ്പാടുമുള്ളൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. കുറ്റാരോപിതർ മാത്രമാണ് അവർ, കുറ്റം തെളിയിക്കപ്പെട്ടവരല്ല. ഉള്ളി അക്യൂസ്, കൺവിക്റ്റഡ് അല്ല. ഇന്ത്യൻ ജയിലുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, 50% തടവുകാരും അക്യൂസ്ഡ് ആണ്, കൺവിക്റ്റഡ് ആയിട്ടുള്ളവരുന്നവരല്ല, കുറ്റവാളികളല്ല. Then the word prisoner means any person who is kept under custody in jail or prison as he has committed an act prohibited by the law of the land. ജയിൽ ഇതൊരു പ്രിസണർ എന്ന് പറഞ്ഞാൽ എന്താ, എന്നെങ്കിൽ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിസണിലോ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ജയിലിൽ സാധാരണയായിട്ടെന്താ, ഒരു അക്യൂസ്ഡ് ആണ്, വിചാരണ തടവുകാരാണ്, കൺവിക്റ്റഡ് അല്ല. വളരെ ചുരുങ്ങിയ കാലാവധിയിലേക്ക് ആരെയെങ്കിലും വിചാരണയ്ക്ക് വിധേയമായിട്ട് കൊണ്ടുപോയി തടങ്കിൽ വെക്കുകയാണെങ്കിൽ അവരെ ജയിലിലാണ് പാർപ്പിക്കുന്നത്. പ്രിസണേഴ്സ് ആകുമ്പോഴേക്കും അവരെന്താ, കൺവിക്റ്റഡ് ആണ്, കുറ്റം വിചാരണ നടത്തി ഒരു കോടതി ശിക്ഷ വിധിക്കപ്പെട്ടവരാണ്, കുറ്റവാളികളാണ്. പ്രിസണുകളിൽ എന്താ, സാധാരണഗതിയിൽ കുറ്റവാളികളും ജയിലുകളിൽ കുറ്റാരോപിതരുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് കുറ്റാരോപിതർ, അവരെ ജയിലിൽ പാർപ്പിക്കുന്നു. അതുപോലെ കുറ്റം തെളിഞ്ഞ് കുറ്റവാളികളായിട്ട് കോടതി ശിക്ഷ വിധിക്കപ്പെട്ടവരാണെങ്കിൽ അവരെവിടെയാണ്, പ്രിസണിലായിരിക്കും പാർപ്പിക്കുന്നത്. Then rights of prisoners to be treated with humanity and with dignity of their person. പറഞ്ഞിരിക്കുന്നത് എന്താണ്, തടവ് പുള്ളികളെ നമ്മളൊരു മനുഷ്യത്വപരമായിട്ടും അവരുടെ ആത്മാഭിമാനവും അന്തസ്സും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം പെരുമാറാനായിട്ട്. ഇതിന് ഇന്റർനാഷണൽ ട്രീറ്റുകളൊക്കെ ഉണ്ട്, അന്തർദേശീയമായിട്ടുള്ള ഉടമ്പടികളുണ്ട് ജയിൽ പുള്ളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. Though the prisoners are guilty of offense, they should be treated with humility and dignity. അവരെന്താ, അവരെ ന്യായമായിട്ടെന്താ, മനുഷ്യത്വപരമായിട്ടും അവരുടെ അന്തസ്സിനെ അഡ്വൈസായിട്ട് ബാധിക്കാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർ അർഹരാണ്. ആർട്ടിക്കിൾ 10 ഓഫ് ദി ഇന്റർനാഷണൽ കവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR ഡിക്ലെയർസ് ദാറ്റ്. ഇതെന്താ, ഒരു അന്തർദേശീയമായ ഉടമ്പടിയാണ്. ഈ അന്തർദേശീയ ഉടമ്പടി ആർട്ടിക്കിൾ 10 കൃത്യമായിട്ടും പറയുന്നുണ്ട്. നമ്പർ 1, all persons deprived of their liberty shall be treated with humanity and with respect to inherent dignity of human person. എന്താ, ഒരു മനുഷ്യത്വപരമായ സമീപനവും ഒരു മനുഷ്യ വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള ഒരു ബഹുമാനത്തോടുകൂടിയും വേണം അവരോട് പെരുമാറാനായിട്ട്. എന്താ, അവരൊരു മനുഷ്യരായിട്ട് വേണം കണക്കാക്കി ട്രീറ്റ് ചെയ്യാനായിട്ട്, ഈവൻ ദോ ദേ ആർ പ്രിസണേഴ്സ്. The number 2, accused person shall save in exceptional circumstances, be segregated from convicted persons and shall be subject to separate treatment appropriate to their status as unconvicted persons. ഇവിടെ എന്താ, കൺവിക്റ്റഡും അൺകൺവിക്റ്റഡും രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് വേണം പാർപ്പിക്കാനായിട്ട്. കുറ്റാരോപിതരെയും കുറ്റവാളികളെയും ഒരുമിച്ച് പാർപ്പിക്കാനോ ഒരേ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ പാടില്ല. കുറ്റാരോപിതർ ചിലപ്പോൾ നിരപരാധികളാവാം, അപ്പോൾ ആ രീതിയിൽ വേണം അവരോടുള്ള പെരുമാറ്റം ഉണ്ടാവാനായിട്ട്. ദെൻ അക്യൂസ് ജുവനൈൽ പേഴ്സൺസ്, എന്താ, ഈ 18 വയസ്സിന് താഴെയുള്ളവരാണ്. നമ്മുടെ ജുവനൈൽ ആക്ട് പ്രകാരം 2015 ജുവനൈൽ ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരെല്ലാം എന്താ കണക്കാക്കുന്നത്, അവർ ജുവനൈലാണ്.
അവരെന്താ ഒരു അവരെ അഡൾട്ട്സ് ആയിട്ടല്ല കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റും അവരെ സെപ്പറേറ്റ് ആയിട്ട് വേണം പാർപ്പിക്കാനായിട്ട്. അവരെ മറ്റ് തടവുകളോട് ജയിലുകളിൽ പാർപ്പിക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട്. നമ്മളതിൻ്റെ ഈ മൈനേഴ്സിൻ്റെ എതിരെ എന്തെങ്കിലും ഒരു കുറ്റം വരികയാണെങ്കിൽ, സെക്ഷൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്താ വരുന്നത്, പോക്സോ ആക്ട് 2012 പ്രകാരമാണ്. വളരെ പോപ്പുലറായിട്ട് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. ഏത് പത്രം എടുത്തു കഴിഞ്ഞാലും ഏത് ചാനൽ നോക്കിയാലും എപ്പോഴും കാണാൻ ഇങ്ങനെ പോക്സോ കേസ് എന്താണ്, ഇത് 18 വയസ്സ് തികയാത്ത ആളുകൾക്ക് വരുന്ന കുറ്റകൃത്യങ്ങൾ, അത് പ്രധാനമായിട്ടും ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് പോക്സോയുടെ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then accused juvenile person shall be separated from adults and brought as speedily as possible for adjudication. എന്താ ഇവരുടെ ജുവനൈൽസിന്റെ കേസുകളൊക്കെ തന്നെ, ബാലക്കുറ്റവാളികളുടെ കേസുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ലീഗൽ പ്രൊസീഡിങ്സിന് വിധേയമാകുകയും ഒന്നെങ്കിൽ അവരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ അവരെ വെറുതെ വിടണം. മറ്റ് കുറ്റങ്ങൾ പോലെ അല്ലെങ്കിൽ അഡൾട്ട്സിന്റെ കേസ് പോലെ ഇതിങ്ങനെ അൺഎൻഡിങ് ആയിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വിചാരണയൊക്കെ നടത്തി ഒന്നെങ്കിൽ ശിക്ഷിക്കുക അല്ല അവരെ വെറുതെ വിടുക. Then there should be facility for medical and psychological treatment to the prisoners with aim to their reformation and social rehabilitation. ഇപ്പം പ്രിസണേഴ്സിനെ റീഫോം ചെയ്യുകയും അതുപോലെ അവരെ റീഹാബിലിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റുകൾ ജയിലുകളിൽ വേണം. Then juvenile offenders shall be segregated from adults and be accorded treatment appropriate to their age and legal status. ജുവനൈലായിട്ടുള്ള ജുവനൈൽ കുറ്റവാളികളെ ഒഫൻഡേഴ്സിനെ അവരെ മറ്റു കുറ്റവാളികളിൽ നിന്നും മാറ്റി നിർത്തുകയും അവർ 18 വയസ്സ് തികയാത്തവരാണ്, മൈനേഴ്സാണ് എന്നുള്ളത് കണക്കാക്കിയുള്ള ഒരു പെരുമാറ്റം വേണം, ട്രീറ്റ്മെൻറ്റ് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ഇത് റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ് ആണ്. ഇത് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ദെൻ നമ്മൾ അടുത്ത ഒരു സയൻസ്, ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പോർഷനാണ്. നമ്മളതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങളത് അതിൻ്റെ ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സിൽ ഹൈലൈറ്റ് ചെയ്ത് കാണും, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ NHRC. ഇതിന് പുറമേ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. So the topic of human rights has been very serious issue since Second World War. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഈ മനുഷ്യാവകാശങ്ങൾ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. The United Nations Human Rights Commission adopted the Paris Principle. പാരീസ് പ്രിൻസിപ്പിൾ എന്താണ്? പാരീസിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി മനുഷ്യാവകാശങ്ങൾ എങ്ങനെയാണ് ഓരോ രാജ്യത്തും ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തും മനുഷ്യാവകാശങ്ങളുടെ മോണിറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ഏത് വിധത്തിലായിരിക്കണം, അപ്പം അതിന് വേണ്ടിയുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഈ പാരീസ് പ്രിൻസിപ്പിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ പാരീസ് പ്രിൻസിപ്പിൾസ് which is guiding light for resolving international human rights issues. India also had to follow the principles for safeguarding human rights. Though human rights were enshrined in the Indian Constitution, there was absence of a specific system to protect and safeguard the human rights in India. ഇന്ത്യയുടെ ഭരണഘടനയിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് റെക്കോർഡുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. So hence the country had to set up a Human Rights Commission for the purpose. India's National Human Rights Commission NHRC is a statutory public body. ഇതെന്താ ഒരു ആക്ട് പ്രകാരം, ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന ഒരു ബോഡി ആണ്, സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് ബോഡിയാണ്. Constituted on 12th October 1993 under the Protection of Human Rights Ordinance of 28 September 1993. ഇത് ആദ്യമായിട്ട് ഒരു ഓർഡിനൻസ് പ്രകാരമാണ് നിലവിൽ വരുന്നത്. ഇത് 12th October 1993 ഇത് സ്ഥാപിതമാകുന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1993 ആസ് എ റെസ്പോൺസ് ടു ദി ഇൻക്രീസിംഗ് ഇന്റർനാഷണൽ അവയർനെസ്. ഇതൊരു അന്തർദേശീയമായ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു അന്തർദേശീയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഗിവൺ എ സ്റ്റാറ്റ്യൂട്ടറി ബേസ് ബൈ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 TPHRA. ഇതിന് പ്രത്യേകമായിട്ട്
ഒരു റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. So it is possible for the protection and promotion of human rights defined by the Act as right relating to life, liberty, equality and dignity of the individual guaranteed by the Constitution or embodied in the international covenants. അന്തർദേശീയ ഉടമ്പടികളൊക്കെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണിത് സ്ഥാപിക്കേണ്ടത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെല്ലാം അന്തർദേശീയമായ ഉടമ്പടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദി ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പ്രധാനമായിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇത് 5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. NHRC എൻജോയ്സ് എ വെരി വൈഡ് മാൻഡേറ്റ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് വലിയ ജനപിന്തുണയുണ്ട്. അതിൻ്റെ തെളിവ് എന്താണ്? ഓരോ വർഷവും 70,000-ലധികം പരാതികൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും പലപ്പോഴും എന്തെങ്കിലും റിക്വസ്റ്റ് ആയിട്ടോ എൻക്വയറീസ് ഒക്കെ ആയിട്ടോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇവയെല്ലാം റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതിലൊന്നാമത്തെ പറയുക ലീഗൽ പ്രൊസീഡിങ്സ്. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒന്ന് ലീഗൽ പ്രൊസീഡിങ്സ്. ദി കമ്മീഷൻ ഹാസ് ദി പവർ ടു ഇന്റർവീൻ ഇൻ ഹ്യൂമൻ റൈറ്റ് പ്രൊസീഡിങ്സ് വിച്ച് മേ ബി പെൻഡിങ് ബിഫോർ ദി കോർട്ട്. NHRC ഒഫീഷ്യൽസ് ആർ എംപവേർഡ് ടു വിസിറ്റ് ജയിൽസ് ടു ഇൻസ്പെക്ട് ലിവിംഗ് കണ്ടീഷൻസ് ഓഫ് പ്രിസണേഴ്സ്. ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഓഫീസേഴ്സിന് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോർട്ട് പ്രൊസീഡിങ്സിൽ വരെ ഇടപെടാനും അതിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ കൊടുക്കാനും ഒക്കെയുള്ള ഒരു റൈറ്റ് ഉണ്ട്. NHRC ഓഫീസേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ജയിലുകൾ വിസിറ്റ് ചെയ്യുകയും ആവശ്യമായ റെക്കമെൻഡേഷൻസ് കൊടുക്കുകയും ചെയ്യാം. ദെൻ സെക്കൻഡ്ലി ഇൻസ്ട്രുമെന്റ് ഓഫ് പോളിസി. As a body to oversee policy, the NHRC can review and make recommendations in the constitutional and legal safeguards. It can also review international treaties and events that may compromise human rights. It can make recommendations without granting relief to the victims of their families. എപ്പോൾ വേണമെങ്കിലും ഹ്യൂമൻ റൈറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ റെക്കമെൻഡേഷൻസ് കൊടുക്കാനുള്ള ഒരു അധികാരം, അല്ലെങ്കിൽ അത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ഒരു പ്രധാന ഫംഗ്ഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററസി പ്രസിദ്ധീകരണങ്ങൾ, പബ്ലിക്കേഷൻസ്, അതൊക്കെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ ആനുകാലികമായിട്ട് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റേഴ്സാണ് ഉണ്ടായിരിക്കുന്നത് അന്തർദേശീയമായിട്ടും ദേശീയമായിട്ടും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പബ്ലിക്കേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സെമിനാർസ് കണ്ടക്ട് ചെയ്യുക. സെമിനാർസ്. ദെൻ കോമൺ തീംസ് ഓഫ് ഇന്ത്യസ് കണ്ടംപററി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഹിസ്റ്ററി ഇൻക്ലൂഡ് ലേബർ ലോ, തൊഴിൽ നിയമങ്ങൾ, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്, സെക്ഷൽ വയലൻസ് എക്സെട്ര. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങിൻ്റെ ചിലപ്പോൾ പലപ്പോഴും ഒരു എൻകൗണ്ടർ കില്ലിംഗ് നമ്മുടെ കേരളത്തിൽ നിന്നേ ഉള്ളൂ. മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴുണ്ട് എക്സ്ട്രാ ജുഡീഷ്യൽ എൻകൗണ്ടർ കില്ലിംഗ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചില വർക്ക്ഷോപ്പുകളും പബ്ലിക്കേഷൻസും ഒക്കെ നടത്തുക. റിവ്യൂ ഓഫ് സേഫ് ഗാർഡ്സ്. ദി കമ്മീഷൻ ക്യാൻ റിവ്യൂ ദി സേഫ് ഗാർഡ്സ് പ്രൊവൈഡഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ ദെയർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ. മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ് ഗാർഡ്സൊക്കെ കാലാകാലങ്ങൾ റിവ്യൂ ചെയ്യുകയും ആവശ്യമായ റെക്കമെൻഡേഷൻസ് കൊടുക്കുകയും ചെയ്യുക. മേക്കിംഗ് സജഷൻസ്. അതും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ആവശ്യമായ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായ സജഷൻസ് കാലാകാലങ്ങളിൽ മുന്നോട്ട് വയ്ക്കുക. അതുപോലെ ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ. മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യമായ എഡ്യൂക്കേഷൻ കൊടുക്കുക സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. ഇതെല്ലാം പ്രധാനമായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ദെൻ ചൈൽഡ് റൈറ്റ്സ്. ശിശുക്കളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഇപ്പോൾ ഈ 7 ഫങ്ഷൻസാണ് പ്രധാനമായിട്ടും NHRCയുടെ ഫങ്ഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ചൈൽഡ് റൈറ്റ്സ് ആർ ഓഫൺ കൺസിഡർഡ് ആസ് ദി മോസ്റ്റ് ക്രിട്ടിക്കൽ ഓഫ് ഓൾ ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ ശിശുക്കളുടെ അവകാശങ്ങൾ ഇതെല്ലാം NHRCയുടെ പ്രധാന ഫങ്ഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ദെൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമ്മൾ ആ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലവിൽ NHRCയുടെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് അരുൺ കുമാർ മിശ്രയാണ്. ഒരു സുപ്രീം കോടതിയിലെ ഒരു ഫോർമർ ജഡ്ജാണ് അരുൺ കുമാർ മിശ്ര, ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി. നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു
ചെറിയ പോർഷൻസ് വന്നിട്ടുണ്ട്. എന്താ ഓരോ സംസ്ഥാനത്തിനും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും പോലെ ഒരു സംസ്ഥാന ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുണ്ട്. Kerala State Human Rights Commission was constituted on 11 December 1998 with the appointment of the first chairperson, Justice M. Pareeth Pillai. ഇപ്പോൾ അതിൻ്റെ അകത്ത് ആ മെമ്പേഴ്സിൻ്റെ ഒക്കെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. നമ്മുടെ ഒരു പ്രസൻറ്റ് നിലവിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഓഗസ്റ്റിലാണ് നിയമനം വന്നിരിക്കുന്നത്. August 23 ഓൺവേഴ്സ് ഉണ്ട് എസ് മണികുമാറാണ്. എസ് മണികുമാർ നമ്മുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ടാണ്. നിലവിൽ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസാണ് ഇപ്പം ജസ്റ്റിസ് എസ് മണികുമാർ. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ ഏകദേശം ഒന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, ദി കമ്മീഷൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു പെർഫോം എനി ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഇതിൻ്റെ അത് പ്രധാനമായിട്ടും ഒരു 10 ഫങ്ഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും സ്റ്റേറ്റ് കമ്മീഷൻസിൻ്റെ എല്ലാം ഫങ്ഷൻസ് ഒന്നാണ്. ഒന്നെന്താ, ഒട്ടോണമസ്ലി ഇൻവെസ്റ്റിഗേറ്റ് എ പെറ്റീഷൻ ഫയൽ ബൈ എ വിക്ടിം ഓർ എനി പേഴ്സൺ ഓൺ ഹിസ് ഓർ ബിഹാഫ്. ആരെങ്കിലും ഒരു പരാതി തന്നു കഴിഞ്ഞാൽ, ഒരു വിക്ടിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താ അന്വേഷണം നടത്തുക. ഇൻവെസ്റ്റിഗേറ്റ് ഓൺ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. എപ്പോഴെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടായി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക. ഇന്റർഫിയർ നെഗ്ലിജൻസ് ഇൻ പ്രിവെൻഷൻ ഓഫ് വയലേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ബൈ എനി പബ്ലിക് സർവൻറ്റ്. എന്താ ഒരു പബ്ലിക് സർവൻസ് എപ്പോഴെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രിവെൻഷൻ, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് ഉപേക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടുക. ദെൻ ഗവൺമെൻറ് ഗെറ്റ് ഇൻവോൾവ് ഇൻ എനി പ്രൊസീഡിങ്സ് അണ്ടർ അലിഗേഷൻ ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പം ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോടതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ മുമ്പിലോ ആണെങ്കിൽ അത് കോടതിയുടെ അംഗീകാരത്തോടു കൂടിയോ അല്ലെങ്കിൽ അംഗീകാരമില്ലാതെയോ ഇടപെടാനുള്ള ഒരു റൈറ്റ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുണ്ട്. ഇൻസ്പെക്ട് ലിവിങ് കണ്ടീഷൻസ് ഓഫ് ഇൻമേറ്റ്സ്. ജയിലുകളിലെ തടവുപുള്ളികളുടെ ജീവിത സാഹചര്യങ്ങൾ പഠിക്കുകയും അതിനാവശ്യമായ ആവശ്യമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. റിവ്യൂ ദി സേഫ് ഗാർഡ്സ് പ്രൊവൈഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ എനി അതർ ലോ ഫോർ ദി ടൈം ഇറ്റ് ഈസ് ഫോഴ്സ് ടു എൻഷുർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ആവശ്യമായ റിവ്യൂ നടത്തുകയും ആവശ്യമായിട്ടുള്ള സജഷൻസ് കൊടുക്കുകയും ചെയ്യുക. റിവ്യൂ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദി എൻജോയ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. എന്തെങ്കിലും ഫാക്ടേഴ്സ് മനുഷ്യാവകാശങ്ങൾ തടയുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തെ തടയുന്നുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യുക. അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അണ്ടർടേക്ക് ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് ഇൻ ദി ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ത്രൂ ലിറ്ററസി ക്യാമ്പയിൻസ്, പബ്ലിക്കേഷൻസ്, സെമിനാർസ്, എക്സെട്ര for the protection and safeguards available under human rights practices. Encourage involvement of non-government organizations and individuals for expansion work in the field of human rights awareness. നമ്മളെന്താ NGOസിനെ ഉൾപ്പെടുത്തുക. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രചാരണം നടത്തുന്നതിന് വേണ്ടി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെ ഉൾപ്പെടുത്തുക. ഇനി ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ഇൻ എഡ്യൂക്കേഷൻ, ഇത് വേണം 5 മാർക്കിന് ചോദിക്കുക. Human rights awareness can be treated through education. It may be through developing universal respect or observance in all human rights. നമുക്കൊരു സാർവദേശീയമായിട്ട് മനുഷ്യാവകാശങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മനുഷ്യാവകാശങ്ങളെ അതിനെ ബഹുമാനിക്കുന്നതിനും അത് പാലിക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു ആൾക്കാരിൽ ഉണ്ടാക്കുക, ഭരണകൂടങ്ങളിൽ ഉണ്ടാക്കുക. അതിന് ഭരണകൂടങ്ങളെ നിർബന്ധിതരാക്കുക. ഇതൊക്കെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. യു ഷുഡ് ഫോം എ പാർട്ട് ഓഫ് ഓൾ ട്രെയിനിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്. എല്ലാ ട്രെയിനിങ്ങിൻ്റെയും ലേണിംഗ് ആയിട്ടൊരു ഭാഗമായിട്ട് മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടുത്തണം. ദെൻ എയിംസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ. ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ ഹാസ് ദി ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. 1. To enhance the knowledge and understanding of human rights. 2. To foster attitudes of tolerance, സഹിഷ്ണുത ഉറപ്പാക്കുക. Respect, solidarity and responsibility. Then to develop awareness of human rights can be translated into social and political reality to promote individual freedom and empowerment.
എന്തൊരു എംപവർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ശാസ്ത്രീകരണം എന്നാ പറയുന്നത്, എൻവയറമെൻറ്റ്. ഇപ്പോൾ എന്താ ഒരു ശാസ്ത്രീകരണം ഉറപ്പാക്കുക, വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ വ്യക്തികളുടെ എന്താ ഒരു അധികാരം അത് ഉറപ്പാക്കുകയും ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ ഹ്യൂമൻ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങളായിട്ടാണ് പറയുന്നത്. നമ്മളിതിൻ്റെ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും കൂടെ താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതും കൂടി കണ്ടാൽ നന്നായിരിക്കും. കാരണം പലപ്പോഴും നമ്മൾ ഈ ജനറൽ ഡിസ്കഷന് പുറമെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ നോക്കിയാലേ കൃത്യമായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ അതും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതും കൂടി കണ്ട് പഠിക്കണം. ഇതുവരെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.